അപ്പോൾ കഴിച്ച ഇതായിരുന്നു ആ സംഭവ ബഹുലമായിരുന്നുള്ള ഓഫ് റോഡ്. ഒരു 13 വർഷത്തിന് ശേഷം ഓപ്പൺ ആക്കിയിട്ടുള്ള പാതയിലൂടെയായിരുന്നു ഓഫ് റോഡ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഓഫ് റോഡായിരുന്നു. കയറിയപ്പോൾ തന്നെ തമ്പാട്ടി ഉറങ്ങി, അങ്ങോട്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, അലമ്പുണ്ടാക്കിയില്ല. പിന്നെ ഫാമിലീസിനൊന്നും പോകാൻ പറ്റില്ല, ബാച്ചിലേഴ്സൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ സെറ്റായിരുന്നു. ഞങ്ങൾ ഫാമിലീസായിട്ട് തന്നെ പോയത്, അതുകൊണ്ട് തന്നെ സ്ത്രീജനങ്ങളൊക്കെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടിരുന്നു. ഇതായിരുന്നു ചെന്ന് കയറിയിട്ട് ഉണ്ടായിരുന്നുള്ള ആ വ്യൂ പോയിന്റ്. ഇതായിരുന്നു നമ്മൾ സഞ്ചരിച്ചിരുന്ന ആ ജീപ്പ് ഡ്രൈവറും അടിപൊളിയായിരുന്നു. ഈ മുകളിൽ നിന്ന് കാണുന്ന ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു. ആ താഴത്ത് കാണുന്ന ആ മലയുടെ താഴത്ത് കാണുന്ന ആ റോഡുണ്ട്, അതായിരുന്നു ബ്രഹ്മരത്തിൽ മോഹൻലാൽ ചേസ് ചെയ്തുകൊണ്ടിരുന്ന വഴി. തമ്പാട്ടിൻ്റെ താഴത്ത് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇതുപോലത്തെ മല കുന്ന് എന്ന് പറയുന്നതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഞാൻ തമ്പാട്ടിനായിട്ട് കുറേ നടന്നത് കൂടെ. അതിനുശേഷം തമ്പാട്ടിക്ക് ഇപ്പോൾ ഈ നടക്കാൻ തുടങ്ങിയ ശേഷം അവൾക്ക് എടുക്കണ ഇഷ്ടമല്ല, ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കണം. അതുകൊണ്ട് അവളും നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അവൾ എൻജോയ് ചെയ്തു. കുറേ അതുകൂടെ നടക്കും ഉരുളും ഒക്കെ ചെയ്തിട്ടുണ്ട് അവൾ. അതിനുശേഷം ഈ കാണുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. നമ്മൾ ചെന്ന് ഓഫ് റോഡ് കഴിഞ്ഞ് ചെന്ന് കയറുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലത്താണ്. ഡേഞ്ചറാണ്, ഭയങ്കര ഡേഞ്ചറാണ്. കണ്ടില്ലേ, ഞാൻ അവർ രണ്ടുപേരും മുകളിലാക്കി ഞാൻ താഴത്തേക്ക് ഇറങ്ങി. ഇത് ആ കാണുന്നതാണ് തമ്പാട്ടിയും വാച്ചും. പിന്നെ ഞാൻ താഴത്തുനിന്ന് ഒരുപാട് താഴത്തുനിന്ന് ഞാൻ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഡേഞ്ചറാണ്. ജസ്റ്റ് കാലിൽ നിന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ പോയി, പിന്നെ ആളെ നോക്കണ്ട. ഈ കുന്നും മലയും കയറി ഇറങ്ങുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. അവിടെ നിന്നാണ് ഞാൻ കയറിയത്. തടി കൂടുതലിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ അറിയില്ല. ഭയങ്കര ഓക്കെ അല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇറങ്ങാൻ തുടങ്ങി. ഇറങ്ങണമെന്ന് അതുപോലെ തന്നെ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സെറ്റ്. അപ്പോൾ ഇതിന് തമ്പാട്ടി വളർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ആ ഓഫ് റോഡ് എന്ന് പറയുന്നത്. ഞങ്ങളടുത്ത് ഫാമിലീസ് കൂടുതലുണ്ടായ ഒരു 2 ഫാമിലീസും കൂടി ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഭയങ്കരമായിട്ട് പേടി അനുഭവപ്പെടുത്തുന്നൊരു ഓഫ് റോഡ് തന്നെ ആയിരുന്നു. എന്തായാലും നെല്ലിയാമ്പതി ഈ ഒരു ഓഫ് റോഡ് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ടുള്ള വ്യൂ പോയിൻറ്റും സൂപ്പറായിരുന്നു, ഒരു രക്ഷയില്ല. ഇത് കഴിഞ്ഞ് ഇറങ്ങുന്നതൊക്കെ ഭയങ്കര സൺസെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.